കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. അപ്പു ഇങ്ങോട്ട് നോക്കിടാപ്പു, നല്ല ഉറക്ക വിളിച്ചു കൊടുക്കടാപ്പു, നല്ല ഉറക്ക വിളിച്ച് നടക്കിയ മക്കളെ. നിങ്ങൾ നടന്നോളിന്ന് നമ്മളാടിയെത്തും. ഇവിടുത്തെ പണിയൊന്നും കഴിഞ്ഞില്ല മക്കളെ. മുറ്റടിച്ച് വാരാനുണ്ട്, ചോറും കൂട്ടാനും വെക്കാനുണ്ട്. നിങ്ങൾ നടന്നോളിന്ന്, നിങ്ങൾ ആടിയെത്തുമ്പോഴേക്കും നമ്മളാടിയെത്തും. ദാപ്പു അപ്പുറത്ത് നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും എടുത്തോളി. വെള്ളവും കുടിച്ച് നല്ല ഉറക്കം വിളിച്ച് നടന്നോളി മക്കളെ. നമ്മളാടെ എത്തും പിള്ളേരെ, നിങ്ങൾ നടന്നോളിന്ന്. ആ നടന്നോളി. എന്റെ മക്കളെ അവിടെ കിടക്കിന്ന്, അവിടെ കിടക്കാൻ ഞമ്മള് വരില്ലെന്ന്. നോക്കി മക്കളെ, ഞമ്മക്കൊരാടുണ്ട്, അതിന് കുറച്ച് പ്ലാവിന്റെ ഇല പൊട്ടിച്ചു കൊടുക്കണം. അതിനിക്ക് ഞമ്മളല്ലേ ഉള്ളൂ. നിങ്ങൾ നടന്നോളിന്ന്, ഞമ്മളാടി എത്തൂന്ന്. നിങ്ങൾ നടന്നോളി. റബ്ബേ നേരെ മോന്തിയായ പഠിച്ചോനെ. അല്ലാ നമ്മളെ കോയിനെ കൂട്ടിയിട്ടില്ല പഠിച്ചോനെ. നമ്മളെ കോയി നിങ്ങളെ വലിയ നോടാന്ന് ഞമ്മളെ കൊണ്ടാവൂല. നേരെ മോന്തി ആവുമ്പോ കൂട്ടി കൂട്ടി നിങ്ങൾക്ക് ഇങ്ങോട്ട് നടക്ക് പിള്ളേരെ. ഇങ്ങോട്ട് നടക്ക്, അങ്ങോട്ട് നടക്ക്. അവിടെ കിടക്കി മക്കളെ, ഇങ്ങോട്ട് പോ പിള്ളേരെ. അവിടെ കിടക്കി. എൻ്റെ റബ്ബേ ഞമ്മള് വരണിൻ്റെ റബ്ബേ. ഇനി എന്തൊക്കെ പണി കിടക്കണ പഠിച്ചോനെ. അല്ലാ എൻ്റെ റബ്ബേ. എന്താണ് പിള്ളേരെ ഇങ്ങക്ക്? എന്തിനാണ് വെറുതെ അവിടെ കിടന്ന് അലറണത്? എന്താണ് പിള്ളേരെ ഇങ്ങക്ക്? നമ്മളെന്തായി കാണു പഠിച്ചോനെ. അല്ലാ അല്ലാ ഇന്റെ മക്കളെ പിടിക്കാൻ വന്ന പറഞ്ഞ ശൈത്താനെ നമ്മളിന്ന് നമ്മളിന്ന് ശരിയാക്കി തരാം. നമ്മളിന്ന് ഇന്റെ മക്കളെ പിടിക്കാൻ ഓർത്തു ഓർത്തു. എന്റെ റബ്ബേ, എന്റെ മക്കളെ പിടിക്കാൻ വന്ന ഹറാം പറഞ്ഞ ശൈത്താനെ ഞമ്മള് ഞമ്മള് വിടൂല. എന്റെ മക്കളെ പിടിക്കാൻ ഒരുത്തനെ ഞമ്മള് സമ്മതിക്കൂല. തിരിഞ്ഞിട്ടില്ല എനിക്ക്. എന്റെ മക്കൾ അവിടെ കിടന്നോളി, എന്റെ മക്കൾ അവിടെ കിടന്നോളി. നിങ്ങളെ ആരും പിടിക്കൂല. അല്ലാ ആരാത്? പറയാല്ലേ വരും. എന്റെ റബ്ബേ, ഇതാരി സഖാവ് കൃഷ്ണപിള്ളിയ. ഹലോ കുഞ്ഞമ്പു മാഷി ഉണ്ടല്ല. ബെരി സഖാവേ, ബെരി സഖാവേ. എന്താപ്പ ഈ നേരത്ത്? അല്ലാ എന്താപ്പ ഈ നേരത്ത് രണ്ടാളും? അല്ലാ സഖാവേ, എന്തായി നമ്മളെ മക്കളെ കാര്യം? എൻ്റെ മക്കള് അവക്കറിൻ്റെയും അപ്പൂൻ്റെയും ചിരുകണ്ഠൻ്റെയും കുഞ്ഞമ്പൂൻ്റെയും കാര്യം എന്തായി സഖാവേ? ഒന്ന് പറ. സഖാവ് പറഞ്ഞു, എന്തായാലും നമ്മൾ താങ്ങും. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ താങ്ങും. കട്ടിട്ടും ചതിച്ചിട്ടും കൊന്നിട്ടും ഒന്നും അല്ലല്ല എൻ്റെ മക്കള് ജയിലിൽ പോയേ. സഖാവ് പറഞ്ഞു.
സഖാവേ. സഖാവേ, സഖാവേ, എന്റെ റബ്ബേ, ഇത് ഞമ്മക്ക് താങ്ങാനാവൂല സഖാവേ, ഇത് ഞമ്മക്ക് താങ്ങാനാവൂല. ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. ഉമ്മ, ഉമ്മ എഴുന്നേൽക്ക്, ഞങ്ങൾ കൂടെ ഉണ്ട്. എന്റെ പൊന്നു മക്കൾക്ക് ഗതി വന്നല്ലോ. എഴുന്നേൽക്കുമ്മ, എഴുന്നേൽക്കുമ്മ, ഉമ്മ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. എഴുന്നേൽക്ക്. അപ്പൂനെ ഒരു തൂക്കിക്കൊന്ന് അപ്പൂനെയും ചിരകണ്ഠനെയും കുഞ്ഞമ്പൂനെയും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് തൂക്ക് കയറി മുറുകുന്നത് വരെ എങ്കിലാപ്പ് വിളിച്ചിട്ട് എന്റെ മോനവക്കറ ഓ പോയി മക്കളെ, ഓ പോയി. അന്ന് ചെക്കനായോണ്ട് തൂക്കാണ്ട് വിട്ട ചൂരിക്കാടൻ കൃഷ്ണൻ വരെ പോയി. പക്ഷെങ്കിലേ പോയിട്ടും പോയിട്ടും ഈ കയ്യൂരുന്ന് ഈ ഉമ്മാക്ക് പോകാൻ കഴിയുന്നില്ല മക്കളെ, കഴിയുന്നില്ല. ആ പോയത് വെറുതെ ഒരു പല്ലക്കല്ല, എല്ലാ പല്ലക്കും പോയി. നീലേശ്വരൻ രാജാവ് പോയി, ചരക്കോലവും പോയി, കരക്കാട്ടിടവും കൂടാളി യശമാനും എല്ലാരും പോയി. മാടും മെരുതും പോലെ നടന്ന ഞമ്മളിപ്പോ മനുഷ്യന്മാരായി. ദാ ഈ നാട് ഞമ്മള് കെട്ടിപ്പൊക്കി. മറക്കണ്ട, ഇന്റെ അടിക്കല് പാകിയത് ഇന്റെ മോൻ ഔവക്കറ ശോരയില.